ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനുദം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപൈശ്ച കൃപാ സിന്ധുവയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ 11ാം സ്കന്ധം അധ്യായം 27 ഒരു സമ്മറിയാണ് ഇന്ന് കേൾക്കേണ്ടത്. അപ്പോൾ ഭഗവത് പൂജ വിവരണം എന്ന അധ്യായത്തിന്റെ സംക്ഷിപ്ത രൂപമാണ് നമുക്കിവിടെ ശ്രവിക്കാനാവുക. ഈ അധ്യായത്തിൽ കൃഷ്ണൻ ക്രിയായോഗം അഥവാ വിഗ്രഹ ആരാധന പ്രക്രിയയെക്കുറിച്ചുള്ള വിശദീകരണം നൽകുന്നു. ഭഗവാന്റെ വിഗ്രഹ രൂപത്തിന്മേലുള്ള ആരാധന സ്വയമേവ മനസ്സിന് പരിശുദ്ധിയും സംതൃപ്തിയും കൈവരുത്തുന്നു. അപ്രകാരം അത് അഭികാമ്യമായ സർവ നേട്ടങ്ങളുടെയും പ്രഭവവും ആകുന്നു. ഒരു വ്യക്തി ഭഗവാന്റെ വിഗ്രഹ സേവനത്തിൽ വ്യാപൃതനാകാതിരുന്നാൽ ഇന്ദ്രിയ ആസ്വാദനത്തിന്റെ ആകർഷണത്തിൽ തന്നെ തുടരും. അതിനാൽ അവന് ദുഷിച്ച സംസർഗം ഉപേക്ഷിക്കാമെന്ന പ്രതീക്ഷയെ ഉണ്ടാവുകയില്ല. തന്നെ ആധികാരികമായ വിഗ്രഹ രൂപത്തിൽ ആരാധിക്കുന്നതിനുള്ള പ്രക്രിയ സാത്വിക ശാസ്ത്രങ്ങളിൽ ഭഗവാൻ ഉപദേശിച്ചിട്ടുണ്ട്. ഭഗവാനാൽ വിവരിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രക്രിയ മനുഷ്യ സമൂഹത്തിലെ സ്ത്രീകളും ശൂദ്രരും ഉൾപ്പെടെയുള്ള എല്ലാ വർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾക്കും അങ്ങേയറ്റം പ്രയോജനകരമാണെന്ന് ബ്രഹ്മാവും ശിവനും നാരദനും വ്യാസനും മറ്റെല്ലാ മുനിമാരും ശുപാർശ ചെയ്തിട്ടുണ്ട്. വേദങ്ങളുടെയോ തന്ത്രങ്ങളുടെയോ അല്ലെങ്കിൽ ഇവ രണ്ടിന്റെയും സംയോജനത്തിന്റെയോ അടിസ്ഥാനത്തിൽ അർച്ചന അഥവാ വിഗ്രഹാരാധന 3 വിധത്തിലുണ്ട്. അർച്ചന സ്ഥലം, അഗ്നി, സൂര്യൻ, ജലം, ആരാധന നടത്തുന്ന ആളുകളുടെ ഹൃദയം, ഇവയെല്ലാം വിഗ്രഹത്തിന്റെ സാന്നിധ്യം യഥാർത്ഥത്തിലുള്ള സ്ഥാനങ്ങളാണ്. ആരാധിക്കാനുള്ള വിഗ്രഹരൂപം താഴെ പറയുന്ന 8 വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നിനാൽ നിർമ്മിക്കേണ്ടതാണ്. ഒന്ന് ശില അല്ലെങ്കിൽ മരം, പിന്നെ ലോഹം അല്ലെങ്കിൽ കളിമണ്ണ്, ചായം, മണൽ അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ വരയ്ക്കുന്നത്, മണലിൽ വരയ്ക്കുന്നത്, അങ്ങനെ മനസ്സ് അല്ലെങ്കിൽ രത്നങ്ങൾ. ഈ വിഭാഗങ്ങളെയെല്ലാം താൽക്കാലികമെന്നും സ്ഥിരമെന്നും വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. വിഗ്രഹ ആരാധന പ്രക്രിയയുടെ വിശദാംശങ്ങൾ താഴെ പറയുന്നു. ഭക്തൻ ശാരീരികമായും മന്ത്രജപത്തിലൂടെയും 2 വിധത്തിലും സ്നാനം ചെയ്യണം. ദിവസത്തിന്റെ നിർദ്ദിഷ്ട സന്ധികളിൽ ഗായത്രി ജപിക്കണം. അവൻ കിഴക്കിനോ വടക്കിനോ വിഗ്രഹത്തിന് നേരിട്ടോ അഭിമുഖമായി ഒരു ഇരിപ്പിടം ക്രമീകരിക്കുകയും തുടർന്ന് വിഗ്രഹത്തെ സ്നാനം ചെയ്യിപ്പിച്ച് ശുദ്ധമാക്കുകയും ചെയ്യണം. പിന്നീട് വസ്ത്രങ്ങളും ആഭരണങ്ങളും സമ്മാനിക്കണം. ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളിലും മറ്റു സാമഗ്രികളിലും ജലം തളിച്ച് ശുദ്ധിയാക്കണം. മൂർത്തിയുടെ പാദങ്ങൾ കഴുകുന്നതിനുള്ള ജലം അർപ്പിക്കണം. അർഘ്യം അദ്ദേഹത്തിന്റെ വായ് കഴുകുന്നതിനുള്ള ജലം, സുഗന്ധ ലേപനങ്ങൾ, ധൂപദീപാദികൾ, പുഷ്പങ്ങൾ, ഭക്ഷണ നിവേദ്യം എന്നിവയും സമർപ്പിക്കണം. ഇതിനുശേഷം ഭഗവാന്റെ സ്വകാര്യ ഭൃത്യന്മാരെയും അംഗരക്ഷകരെയും സഹകാരിണി ശക്തികളെയും ആധ്യാത്മിക ഗുരുവിനെയും അവരുടെ യഥാക്രമത്തിലുള്ള മൂലമന്ത്രങ്ങൾ ചൊല്ലി ആരാധിക്കണം. ആരാധകൻ പുരാണങ്ങളിൽ നിന്നും മറ്റു സ്രോതസ്സുകളിൽ നിന്നുമുള്ള പ്രാർത്ഥനകൾ ചൊല്ലണം. സാഷ്ടാംഗ പ്രണാമം നടത്തുകയും അനുഗ്രഹത്തിനായി യാചിക്കുകയും ഭഗവാന് സമർപ്പിച്ച പുഷ്പഹാരത്തിന്റെ അവശിഷ്ടം സ്വയം ധരിക്കുകയും ചെയ്യണം. ഈ രീതിയിലുള്ള വിഗ്രഹാരാധനയിൽ ഭഗവാന് വേണ്ടി ശ്രേഷ്ഠമായ ഒരു ക്ഷേത്രം നിർമ്മിച്ച് ഭഗവാന്റെ അതീന്ദ്രിയ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതും ഘോഷയാത്രകളും മറ്റു ഉത്സവങ്ങളും ഉൾപ്പെടുന്നു. ഈ വിധത്തിൽ നിരുപാധികമായ ഭക്തിയോടെ ഭഗവാൻ ശ്രീഹരിയെ ആരാധിക്കുന്നതിലൂടെ ഒരുവൻ ഭഗവാനിൽ പരിശുദ്ധമായ പ്രേമസേവനം നേടുന്നു. എന്നാൽ വിഗ്രഹത്തിനോ ബ്രാഹ്മണർക്കോ ദാനമായി നൽകപ്പെട്ട വസ്തുക്കൾ അപഹരിക്കുന്നവൻ
സ്വയം നൽകിയതോ അഥവാ മറ്റുള്ളവർ നൽകിയതോ ആണെങ്കിലും അടുത്ത ജന്മത്തിൽ മലം ഭക്ഷിക്കുന്ന വിരയായി ജന്മമെടുക്കേണ്ടി വരും എന്നതാണ് സത്യം. അപ്പോൾ എപ്രകാരമാണ് ഭഗവാന്റെ വിഗ്രഹ ആരാധന ചെയ്യേണ്ടത് അല്ലെങ്കിൽ നടത്തേണ്ടത് എന്നതിന്റെ ഒരു സംക്ഷിപ്ത വിവരണമാണ് ഇപ്പോൾ കേട്ടത്. വിശദമായി നമുക്ക് ശ്ലോകങ്ങളിലൂടെ നോക്കാം. ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ശ്രീ ഉദ്ധവ ഉവാച, ഉദ്ധവൻ പറയുന്നു, പ്രഭോ സാത്വത വർഷഭ, അങ്ങയെ വിഗ്രഹ രൂപത്തിൽ ആരാധിക്കുന്ന ക്രിയായോഗം ദയവായി എനിക്ക് വിവരിച്ചു തന്നാലും. വിഗ്രഹ ആരാധന നടത്തുന്ന ഭക്തരുടെ യോഗ്യതകൾ എന്തെല്ലാമാണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ആരാധന സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്? ആരാധനയുടെ നിർദ്ദിഷ്ട സമ്പ്രദായം എന്താണ്? അപ്പൊ ഇവിടെ ഉദ്ധവർ ഭഗവാന്റെ അടുത്ത് പറയാണ്, എങ്ങനെയാണ് ഭഗവാനെ വർഷിപ്പ് ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് ഇവിടെ ഉദ്ധവർ ഉന്നയിക്കുന്നത്. ഭഗവത് ഭക്തന്മാർ അവരുടെ നിർദ്ദിഷ്ട ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് പുറമെ ക്ഷേത്രത്തിലുള്ള ഭഗവത് വിഗ്രഹത്തിന്റെ ക്രമമായ ആരാധനയിലും മുഴുകുന്നു. അങ്ങനെയുള്ള ആരാധന ഭൗതിക ശരീരം ആസ്വദിക്കാനുള്ള കാമത്തിൽ നിന്നും അതിൽ നിന്നുണ്ടാകുന്ന ഭൗതിക ഗൃഹസ്ഥ ജീവിതത്തോടുള്ള ആസക്തിയിൽ നിന്നും ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ശക്തമായി പ്രവർത്തിക്കുന്നു. എന്നാൽ വിഗ്രഹാരാധന ഫലപ്രദമാകണമെങ്കിൽ യഥാരീതിയിൽ അനുഷ്ഠിക്കുക തന്നെ വേണം. അതുകൊണ്ട് ഉദ്ധവൻ ഇപ്പോൾ ഈ വിഷയത്തെപ്പറ്റി ഭഗവാനോട് നേരിട്ട് അന്വേഷിക്കുന്നു. രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അങ്ങനെയുള്ള ആരാധന മനുഷ്യ ജീവിതത്തിൽ സാധ്യമാകുന്ന പരമോന്നത ശ്രേയസ് കൊണ്ടുവരുന്നുവെന്ന് എല്ലാ മഹാമുനിമാരും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. ശ്രീ നാരദമുനിയുടെയും മഹാനായ വ്യാസദേവന്റെയും എന്റെ ആധ്യാത്മിക ഗുരുവായ ബൃഹസ്പതിയുടെയും അഭിപ്രായം ഇതാണ്. ഉദ്ധവര് പറയാണ്. അപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ ശ്ലോകത്തിൽ ഒരുമിച്ച് പറയുന്നു, മഹാവദന്യായ ഭഗവാനെ, വിഗ്രഹാരാധനയുടെ ഈ ഉപദേശങ്ങൾ ആദ്യം ഉത്ഭവിച്ചത് ഭഗവാന്റെ മുഖാംബുജത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് അത് ശ്രേഷ്ഠനായ ബ്രഹ്മാവ് തന്റെ പുത്രന്മാരായ ഭൃഗു മുതലായവരോടും ഭഗവാൻ ശിവൻ പത്നി പാർവതിയോടും പറയുന്നു. ഈ പ്രക്രിയ എല്ലാ വർണ്ണങ്ങളാലും ആശ്രമങ്ങളാലും അംഗീകൃതവും അവർക്കെല്ലാം ഉചിതവുമാണ്. അതുകൊണ്ട് അങ്ങയെ അങ്ങയുടെ വിഗ്രഹ രൂപത്തിൽ ആരാധിക്കുന്നത് മറ്റെല്ലാ ആധ്യാത്മിക അനുഷ്ഠാനങ്ങളെക്കാളും ഏറ്റവും പ്രയോജനകരമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. സ്ത്രീകൾക്കും ശൂദ്രർക്കും പോലും ഭഗവാന്റെ ആരാധന നടത്താം. ശ്ലോകം 5 പറയുന്നു, അല്ലയോ കമലപത്രാക്ഷ വിശ്വേശ്വര, കർമ്മബന്ധനത്തിൽ നിന്ന് മോചനം നേടുന്നതിനുള്ള ഈ മാർഗം അങ്ങയിൽ അനുരക്തനായ ഈ ഭക്തന് ദയവായി വിശദീകരിച്ചു തന്നാലും. അപ്പോൾ ശ്ലോകം 6 ശ്രീ ഭഗവാൻ പറയുന്നു, ഹേ ഉദ്ധവ, വിഗ്രഹാരാധനയുടെ നിർവഹണത്തിനുള്ള അസംഖ്യം വൈദിക നിർദ്ദേശങ്ങൾക്ക് അന്ത്യമേ ഇല്ല. അതിനാൽ ഈ വിഷയം വളരെ ക്രമമായി സംഗ്രഹിച്ച് പറഞ്ഞു തരാം. ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇവിടെ കർമ്മകാണ്ഡം എന്ന പദം ഭഗവാന്റെ വിഗ്രഹാരാധനയിൽ ചെന്നെത്തുന്ന നാനാവിധത്തിലുള്ള വൈദിക ആരാധനാ രീതികളെ പരാമർശിക്കുന്നു. ശരിക്കും കർമ്മകാണ്ഡം വിവരിച്ചിരിക്കുന്നത് വൈദിക ഗ്രന്ഥങ്ങളിലാണ്, വേദങ്ങളിലാണ്. വേദങ്ങളുടെ 90% ഭാഗത്തോളം കർമ്മകാണ്ഡമാണ് വിവരിച്ചിരിക്കുന്നത്. അവിടെ 33 ദേവി ദേവന്മാരുടെ ആരാധന എപ്രകാരം നടത്തണം, എങ്ങനെ അവരെ സംപ്രീതരാക്കി ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ നേടാൻ സാധിക്കും എന്നാണ് കർമ്മകാണ്ഡയിലൂടെ വിവരിച്ചിരിക്കുന്നത്. അങ്ങനെ ദേവി ദേവന്മാരെ പ്രീതിപ്പെടുത്തി അവരുടെയും ദേവനായ ഈശ്വരന്മാരുടെയും ഈശ്വരനായ സാക്ഷാൽ ഹരിയുടെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നതിനാണ് കർമ്മകാണ്ഡം ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കർമ്മകാണ്ഡയിലൂടെ പോകുന്ന ആളുകൾ കർമ്മികൾ എന്നറിയപ്പെടുകയും അവർ സ്വർഗലോക മോക്ഷ കാംക്ഷികളായി മാറുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനെല്ലാം നാനാവിധത്തിലുള്ള വൈദിക ആരാധന രീതികളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ദ്രിയ ആസ്വാദനത്തിനും കർമ്മ പരിത്യാഗത്തിനും എണ്ണമറ്റ ഉപാധികൾ ഉള്ളതുപോലെ തന്നെ പരമപ്രഭു വൈകുണ്ഠം എന്ന് വിളിക്കപ്പെടുന്ന അവിടുത്തെ ധാമത്തിൽ ആസ്വദിക്കുന്ന അതീന്ദ്രിയ ലീലകളും ഗുണങ്ങളും അസംഖ്യങ്ങളാണ്. അപ്പോൾ ഭൗതികമായിട്ടുള്ള മോക്ഷത്തിനുപരിയായി വൈകുണ്ഠ ലോക പ്രാപ്തി നേടാൻ അതീന്ദ്രിയ ധാമങ്ങളിൽ എത്തിച്ചേരാനുള്ള ആ ആരാധനാ ക്രമങ്ങളാണ് ഇവിടെ ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുന്നത് എന്ന് സാരം. അപ്പോൾ ഭഗവാന്റെ നിരപേക്ഷ സത്യത്തെ അംഗീകരിക്കാതെ ഭൗതിക ലോകത്തിലെ ധാർമ്മികതയുടെയും സംസ്കാരങ്ങളുടെയും വിവിധ ആശയങ്ങൾക്ക് അവയ്ക്കിടയിൽ തന്നെ പൊരുത്തപ്പെടുവാനും ആകുന്നില്ല. കാരണം ഭഗവാന്റെ ഗുണഗ്രഹണം കൂടാതെ ഒരു മനുഷ്യന് വാസ്തവത്തിൽ കർത്തവ്യമായത് എന്തെന്ന കാര്യത്തിൽ
ആധികാരികമായ ധാരണയും ഉണ്ടാകുന്നില്ല. മിക്കവാറും എല്ലാ മനുഷ്യരും വിവിധ ആരാധനാ പ്രക്രിയകളിൽ മുഴുകുന്നുണ്ടെങ്കിലും തന്റെ വിഗ്രഹ രൂപത്തിൽ തന്നെ ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന വിവരണത്തോടെ ഭഗവാൻ ഈ വിഷയം ഇപ്പോൾ സംക്ഷിപ്തമായി ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. കേൾക്കുക. ശ്ലോകം 7 പറയുന്നു: ഞാൻ ഭഗവാൻ യജ്ഞം സ്വീകരിക്കുന്ന വൈദികമോ താന്ത്രികമോ അതോ രണ്ടും കൂടി കലർന്നതോ ആയ 3 രീതികളിൽ ഒരുവനെ തിരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും ഒന്നിൽ എന്ന് ഭഗവാനെ ശ്രദ്ധാപൂർവം ആരാധിക്കണം. വൈദിക എന്നത് 4 വേദങ്ങളിൽ നിന്നും അനുബന്ധ വൈദിക കൃതികളിൽ നിന്നുമുള്ള മന്ത്രങ്ങളാൽ അനുഷ്ഠിക്കുന്ന യജ്ഞത്തെയാണ് പരാമർശിക്കുന്നത്. താന്ത്രിക എന്നത് പഞ്ചരാത്രികവും ഗൗതമീയ തന്ത്രവും പോലുള്ള ഗ്രന്ഥങ്ങളെ സൂചിപ്പിക്കുന്നു. മിശ്രം എന്നത് ഇവ രണ്ടിന്റെയും ഉപയോഗത്തെ സൂചിപ്പിക്കുന്നു. വിപുലമായ വൈദിക യജ്ഞങ്ങളുടെ ഉപരിപ്ലവമായ അനുകരണം ഒരുവന് ജീവിതത്തിന്റെ യഥാർത്ഥ പരിപൂർണത നൽകുകയില്ല എന്ന് മനസ്സിലാക്കണം. ഒരുവൻ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് യജ്ഞം അനുഷ്ഠിക്കണം. ഈ കലിയുഗത്തിൽ അദ്ദേഹം തന്റെ ദിവ്യനാമങ്ങളുടെ സങ്കീർത്തനം ആണ് ശുപാർശ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു: ഹരേർനാമ ഹരേർനാമൈവ കേവലം കലൗ നാസ്തേവ 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 ഗതിരന്യത. അതായത് ഹരിനാമ സങ്കീർത്തന യജ്ഞമല്ലാതെ മറ്റൊരു വഴിയുമില്ല ഈ കലിയുഗത്തിൽ മോക്ഷം നേടാൻ എന്നാണ് അവിടെ പറയുന്നത്. ശ്ലോകം 8 പറയുന്നു: ഭഗവാനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ. ശ്ലോകം 8 പറയുന്നു: പ്രസക്തമായ വേദനിർദ്ദേശങ്ങളിലൂടെ ദ്വിജ പദവി നേടിയ ഒരു വ്യക്തി ഭക്തിപൂർവം എന്നെ യഥാവിധി എങ്ങനെ ആരാധിക്കണമെന്ന് ഇപ്പോൾ ഞാൻ വിവരിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് വേദനിർദ്ദേശങ്ങളിലൂടെ പ്രസക്തമായ ഭാഗങ്ങളിലൂടെ പുരോഗമിച്ച് ഒരാൾക്ക് തീർച്ചയായിട്ടും ബ്രാഹ്മണിക ക്വാളിറ്റി നേടാനാകും. അങ്ങനെ ഒരു ബ്രാഹ്മണിക ക്വാളിറ്റി നേടിയ ഒരാള് സ്വനിഗമേന എന്ന പദം ഒരുവന്റെ വർണ്ണത്തിനും ആശ്രമത്തിനും അനുസരിച്ചുള്ള വേദാനുശാസനങ്ങളെ പ്രതിപാദിക്കുന്നു എന്ന് സാരം. ബ്രാഹ്മണ, ക്ഷത്രിയർ, വൈശ്യർ സമുദായങ്ങളിലെ എല്ലാവരും ഗായത്രി മന്ത്ര സ്വീകരണത്തിലൂടെ ദ്വിജത്വം അല്ലെങ്കിൽ 2ാം തവണ ജനിക്കുന്ന പദവി നേടുന്നു. അതായത് ബ്രാഹ്മണിക്കൽ പദവി നേടുന്നു. പാരമ്പര്യമായി പൂർണ്ണ യോഗ്യരായ ബ്രാഹ്മണ ബാലന്മാർ 8ാമത്തെ വയസ്സിലും ക്ഷത്രിയ ബാലന്മാർ 11ാമത്തെ വയസ്സിലും വൈശ്യർ ബാലന്മാർ 12ാമത്തെ വയസ്സിലും മന്ത്രദീക്ഷ സ്വീകരിക്കണം. ദ്വിജ പദവി സ്വീകരിച്ചതിന് ശേഷം ഒരുവൻ ഭഗവാനെ അവിടുത്തെ വിഗ്രഹ രൂപത്തിൽ, ഇനി ഭഗവാൻ തന്നെ വിവരിക്കുന്ന വിധത്തിൽ ആരാധിക്കണം. അപ്പോൾ ബ്രാഹ്മണിക്കൽ ക്വാളിറ്റി നേടിയതിന് ശേഷം മാത്രമേ ഭഗവാന്റെ വിഗ്രഹ ആരാധനയിൽ ഏർപ്പെടാൻ സാധിക്കൂ എന്ന് സാരം. ശ്ലോകം 9 പറയുന്നു: ഒരു ദ്വിജൻ തന്റെ ആരാധ്യനായ ഭഗവാനെ നിർവ്യാജം ഉചിതമായ ദ്രവ്യങ്ങൾ അർപ്പിച്ച് പ്രേമഭക്തിയോടെ ഭഗവാന്റെ വിഗ്രഹ രൂപത്തിലോ അല്ലെങ്കിൽ ഭൂമിയിലോ അഗ്നിയിലോ സൂര്യനിലോ ജലത്തിലോ അല്ലെങ്കിൽ ആരാധകന്റെ ഹൃദയത്തിൽ തന്നെയോ ആവിർഭവിക്കുന്ന ഭഗവാന്റെ രൂപത്തിലോ ആരാധിക്കണം. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു: ഒരുവൻ ആദ്യം പല്ല് തേച്ച് കുളിച്ച് സ്വന്തം ശരീരത്തെ ശുദ്ധമാക്കണം. പിന്നീട് ദേഹത്ത് മണ്ണ് പൂശിയും വൈദിക താന്ത്രിക മന്ത്രങ്ങൾ ഉച്ചരിച്ചും 2ാം ശുദ്ധീകരണവും നടത്തണം. പിന്നെ പറയുന്നു: ഭഗവാനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ദിവസത്തിന്റെ 3 സന്ധികളിൽ, അതായത് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ സൂര്യൻ ഉദിച്ചു വരുന്ന ആ രാത്രി നീങ്ങി പകലാകുന്ന ഒരു സന്ധ്യ, പിന്നെ ഉച്ചയ്ക്ക് അതികഠിനമായ ചൂട് കഴിഞ്ഞ് സൂര്യന്റെ അതിതീക്ഷ്ണമായ ആ ചൂട് കുറഞ്ഞിട്ട് ശൈത്യത്തിലേക്ക് ഉച്ച കഴിഞ്ഞു വരുന്ന ആ ഒരു സന്ധ്യ, അതിനെയും സന്ധ്യ എന്ന് പറയുക. പിന്നെ യഥാർത്ഥത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള സന്ധ്യാസമയം, അതായത് സൂര്യൻ അസ്തമിക്കുന്ന സമയം. ഇങ്ങനെ 3 സന്ധ്യ, അതാണ് ഒരു ദിവസത്തിൽ ത്രിസന്ധ്യ എന്ന് പറയുന്നത്. ആ 3 സന്ധ്യകളിലും ഗായത്രി മന്ത്രം ജപിക്കുക തുടങ്ങിയ നിർദ്ദിഷ്ട കർത്തവ്യങ്ങളാൽ ഭഗവാനെ ആരാധിക്കണം. വേദങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുള്ള അത്തരം അനുഷ്ഠാനങ്ങൾ കർമ്മ പ്രതികരണങ്ങളിൽ നിന്ന് ആരാധകനെ പരിശുദ്ധീകരിക്കുന്നു. 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു: ഭഗവാന്റെ വിഗ്രഹ രൂപം 8 വിധത്തിൽ ആവിർഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. ശിലയിലോ മരത്തിലോ ലോഹത്താലോ മണ്ണിലാലോ ചായത്താലോ മണലിലോ മനസ്സിലോ രത്നങ്ങളാലോ ഭഗവാന്റെ വിഗ്രഹം സൃഷ്ടിക്കാം.
മണലിലും മറ്റുമുള്ള ചില വിഗ്രഹ രൂപങ്ങൾ ആരാധകന്റെ ഒരു സ്വകാര്യ അഭിലാഷം സഫലമാക്കുന്നതിന് അല്പസമയത്തേക്ക് മാത്രം സ്പഷ്ടമാക്കുന്നതായി ശ്രീല ജീവഗോസ്വാമി വിശദീകരിക്കുന്നു. എന്നാൽ പരിശുദ്ധമായ ഭഗവത് പ്രേമം കാക്ഷിക്കുന്നവർ സ്ഥിരമായ വിഗ്രഹ രൂപത്തെ, ഉദാഹരണത്തിന് മാർബിളിലോ സ്വർണത്തിലോ വെങ്കലം മുതലായവ കൊണ്ടോ നിർമ്മിച്ചവ ആരാധിക്കണം. തുടർച്ചയായ ആരാധന നിലനിർത്തുകയും ചെയ്യണം. കൃഷ്ണാവബോധത്തിൽ ഭഗവാന്റെ ആരാധന അവഗണിക്കാൻ കഴിയുകയേയില്ല. ശ്ലോകം 13 പറയുന്നു, എല്ലാ ജീവസത്തകളുടെയും ആശ്രമമായ ഭഗവാന്റെ വിഗ്രഹം 2 വിധത്തിൽ പ്രതിഷ്ഠിക്കാവുന്നതാണ്, സ്ഥിരമായും താൽക്കാലികമായും. എന്നാൽ ഉദ്ധവ, ആവാഹനം ചെയ്ത ഒരു സ്ഥിരമായ വിഗ്രഹത്തെ ഒരിക്കലും തിരിച്ചയക്കാൻ സാധിക്കുകയില്ല തന്നെ. ഭഗവത് ഭക്തന്മാർ തങ്ങൾ ഭഗവാന്റെ ശാശ്വത സേവകരാണെന്ന് സ്വയം മനസ്സിലാക്കണം. അവർ വിഗ്രഹത്തെ ഭഗവാൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് സ്ഥിരമായി പ്രതിഷ്ഠിക്കുകയും നിത്യവും ആരാധിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവ്യക്തിഗതവാദികൾ ഭഗവാന്റെ ശാശ്വത രൂപത്തെ മായയുടെ ഒരു താൽക്കാലിക രൂപമായി മാത്രമേ കാണുന്നുള്ളൂ. അവർ വാസ്തവത്തിൽ ഈശ്വരനായി തീരാനുള്ള അവരുടെ അതിമോഹത്തിന്റെ ഒരു പടികല്ല് മാത്രമായിട്ടാണ് വിഗ്രഹത്തെ കരുതുന്നത്. അപ്പോൾ ഇപ്രകാരം ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ശ്ലോകം 14 എന്താണെന്ന് വെച്ചാൽ, താൽക്കാലികമായി പ്രതിഷ്ഠിച്ച വിഗ്രഹത്തെ ആവാഹിച്ചിരുത്തുകയോ അയക്കുകയോ ചെയ്യാവുന്നതാണ്. വിഗ്രഹത്തെ നിലത്ത് സ്ഥാപിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഈ 2 ആചാരങ്ങളും നടത്തണം. വിഗ്രഹം മണ്ണുകൊണ്ടോ മരം കൊണ്ടോ ചായം കൊണ്ടോ നിർമ്മിച്ചതല്ലെങ്കിൽ ജലത്താൽ സ്നാനവും ചെയ്യിക്കണം. മണ്ണും മരവും കൊണ്ട് നിർമ്മിച്ചവയും ചായം കൊണ്ട് വരച്ചവയും ജലസ്പർശമില്ലാതെ ശുദ്ധിയാക്കണം. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ 15 പറയുന്നു, ഒരുവൻ ഏറ്റവും ശ്രേഷ്ഠമായ അനുസാരികളോട് കൂടി തന്നെ ഭഗവാനെ വിഗ്രഹ രൂപത്തിൽ തന്നെ ആരാധിക്കണം. എന്നാൽ ഭൗതിക മോഹങ്ങളിൽ നിന്ന് മുക്തനായ ഒരു ഭക്തൻ അവൻ എന്ത് നേടാൻ കഴിയുന്നുവോ അതുകൊണ്ട് എന്നെ ആരാധിക്കാവുന്നതുമാണ്. അയാൾക്ക് മാനസികമായ സാമഗ്രികളാൽ ഭഗവാനെ ഹൃദയത്തിനുള്ളിൽ പോലും ആരാധിക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. ഭക്തനായിട്ടും ഭൗതിക മോഹങ്ങളാൽ അസ്വസ്ഥമാക്കപ്പെടുന്ന ഒരാൾക്ക് ലോകത്തെ തന്റെ ആസ്വാദനത്തിനുള്ള ഒരു വസ്തു മാത്രമായി കാണാനുള്ള പ്രവണതയുണ്ട്. അങ്ങനെയുള്ള ഒരു ഭക്തൻ ഭഗവാന്റെ ആരാധനയിൽ ഏർപ്പെടുന്നത് നല്ലതല്ല എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. ശ്ലോകം 16 17 സൂചിപ്പിക്കുന്നത്, ക്ഷേത്ര വിഗ്രഹത്തിന്റെ ആരാധനയിൽ ഹേ ഉദ്ധവ, സ്നാനവും അലങ്കാരവുമാണ് പ്രിയങ്കരമായ അർപ്പണങ്ങൾ. പരിശുദ്ധമായ നിലത്ത് നിർമ്മിക്കുന്ന വിഗ്രഹത്തിന് തത്വവിന്യാസമാണ് ഏറ്റവും പ്രിയപ്പെട്ട പ്രക്രിയ. നെയ്യിൽ കുതിർത്ത എള്ളും യവവുമാണ് യജ്ഞാഗ്നിക്ക് പ്രിയപ്പെട്ട മുഖ്യമായ അർപ്പണം. എന്നാൽ സൂര്യന് ഉപസ്ഥാനവും അർഘ്യവും അടങ്ങുന്ന ഉപാസനയാണ് അതിൽ മുഖ്യം. ജലം സമർപ്പിച്ച് ഭഗവാനെ ജലരൂപത്തിലും ആരാധിക്കാം. വാസ്തവത്തിൽ എന്റെ ഭക്തൻ വിശ്വാസപൂർവ്വം സമർപ്പിക്കുന്നത് എന്തും അല്പം ജലമാണെങ്കിൽ മാത്രം പോലും എനിക്ക് അങ്ങേയറ്റം പ്രിയങ്കരമാണ് എന്ന് സാരം. പുരുഷോത്തമനായ ഭഗവാൻ എല്ലായിടത്തും സന്നിഹിതനാണ്. അവിടുത്തെ നാനാവിധത്തിലുള്ള ആവിഷ്കാരങ്ങളെ ആരാധിക്കുന്നതിന് വൈദിക സംസ്കാരം നാനാവിധ ആചാര രീതികൾ നിർദ്ദേശിക്കുന്നു. ആരാധകന്റെ വിശ്വാസവും ഭക്തിയുമാണ് ഏറ്റവും പ്രധാനം. അതില്ലാതെ മറ്റുള്ളതെല്ലാം വ്യർത്ഥവുമാകും. ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത് പോലെ, അതായത് വളരെ ഐശ്വര്യപൂർണമായ ഉപഹാരങ്ങൾ പോലും അഭക്തന്മാർ സമർപ്പിച്ചാൽ ഞാൻ സംതൃപ്തനാകില്ല. എന്നാൽ എന്റെ പ്രിയ ഭക്തന്മാർ സമർപ്പിക്കുന്ന നിസാരമായ അർപ്പണത്താൽ പോലും ഞാൻ വളരെയധികം സംതൃപ്തനാകും. അതുപോലെ സുഗന്ധ തൈലം, സുഗന്ധ ധൂപം, പുഷ്പങ്ങൾ, രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവ സ്നേഹപൂർവ്വം സമർപ്പിക്കുമ്പോൾ നിശ്ചയമായും ഞാൻ സംപ്രീതനാകുന്നു. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, സ്വയം ശുദ്ധനായി സംഭാരങ്ങളെല്ലാം ഒരുക്കി ആരാധകൻ അഗ്രം കിഴക്കോട്ടുള്ള കുശപ്പുല്ലുകൾ കൊണ്ട് സ്വന്തം ഇരിപ്പിടം ക്രമീകരിക്കണം. അനന്തരം അയാൾ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി, അല്ലെങ്കിൽ വിഗ്രഹം ഒരു സ്ഥലത്ത് ഉറപ്പിച്ചിരിക്കുകയാണെങ്കിൽ വിഗ്രഹത്തിന് അഭിമുഖമായി തന്നെ ഇരിക്കണം. സംഭൃത സംഭര എന്ന വാക്കിന്റെ അർത്ഥം വിഗ്രഹ ആരാധന ആരംഭിക്കുന്നതിന് മുമ്പ് ആരാധകൻ ആവശ്യമായ സാമഗ്രികൾ ശേഖരിച്ച് അടുത്തു വച്ചേക്കണം എന്നതാണ്. ഇങ്ങനെ ചെയ്താൽ അവൻ ആവശ്യമായ വസ്തുക്കൾക്ക് വേണ്ടി തുടർച്ചയായി എഴുന്നേറ്റ് പോകേണ്ടി വരില്ല. വിഗ്രഹം സ്ഥിരമായി പ്രതിഷ്ഠിച്ചതാണെങ്കിൽ വിഗ്രഹത്തിന് അഭിമുഖമായി തന്നെ ഇരിക്കണം. ശ്ലോകം 20 പറയുന്നു, ഭക്തൻ തന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് സ്പർശിച്ച് ശുദ്ധീകരിക്കണം. തന്റെ വിഗ്രഹത്തിനും അതുപോലെ തന്നെ ചെയ്യണം.
പിന്നീട് പഴയ പുഷ്പങ്ങളും നേരത്തെ നടത്തിയ അർപ്പണങ്ങളുടെ അവശിഷ്ടങ്ങളും കൈകൾ കൊണ്ട് നീക്കണം. ശുദ്ധി കലശവും തളിക്കുന്നതിനുള്ള ജലമടങ്ങുന്ന പാത്രവും ക്രമീകരിക്കണം. ഇവിടെ പറഞ്ഞിട്ടുള്ള ആരാധനാ പ്രക്രിയ ആരംഭിക്കുന്നതിന് മുമ്പ് ഭക്തൻ തന്റെ ആധ്യാത്മിക ഗുരുവിനും വിഗ്രഹത്തിനും ആരാധ്യ അർഹമായ എല്ലാ വ്യക്തികൾക്കും ആദര പ്രണാമങ്ങളും അർപ്പിക്കണം. ശ്ലോകം 21 പറയുന്നു, പിന്നീട് അവൻ ആ പ്രോക്ഷണീയ പാത്രത്തിലെ ജലം വിഗ്രഹം ആരാധിക്കപ്പെടുന്ന പ്രദേശത്തും സമർപ്പിക്കാൻ പോകുന്ന ദ്രവ്യങ്ങളിലും അവന്റെ ശരീരത്തിലും തളിക്കണം. അടുത്തതായി അവൻ ജലം നിറച്ച 3 പാത്രങ്ങൾ വിവിധ മംഗള വസ്തുക്കളാൽ അലങ്കരിക്കണം. പാദസ്നാനത്തിനുള്ള ജലം തിന വിത്തുകളും ജലത്തിൽ മുക്കിയ ദുർവ പുല്ലുകളും വിഷ്ണുക്രാന്ത പുഷ്പങ്ങളും മറ്റിനങ്ങളും ചേർന്നതായിരിക്കണമെന്ന് വൈദിക സാഹിത്യത്തിൽ നിന്നുള്ള പരാമർശത്തോടെ ശ്രീധര സ്വാമി പ്രസ്താവിക്കുന്നു. അർഘ്യത്തിന് ഉപയോഗിക്കുന്ന ജലത്തിൽ താഴെ പറയുന്ന 8 ഇനങ്ങൾ ഉൾപ്പെടുത്തണം. സുഗന്ധ തൈലം, പുഷ്പങ്ങൾ, ഉടയ്ക്കാത്ത ബാർലി, തൊലി ഉരിച്ച ബാർലി, കുശപ്പുല്ലുകളുടെ അഗ്രം, എള്ള്, കടുക്, ദർഭപ്പുല്ലുകൾ, പാനം ചെയ്യാനുള്ള ജലം, മുല്ലപ്പൂക്കൾ, പൊടിച്ച ഗ്രാമ്പു, കക്കോലപ്പഴങ്ങൾ ഇവ ഉൾപ്പെട്ടതായിരിക്കണം ദ്രവ്യങ്ങൾ. ശ്ലോകം 22 പറയുന്നു, ആരാധകൻ അതിനുശേഷം ആ 3 പാത്രങ്ങളും ശുദ്ധീകരിക്കണം. ഭഗവാന്റെ പാദസ്നാനത്തിനുള്ള ജലമടങ്ങുന്ന പാത്രം ഹൃദയയായ നമ എന്നുച്ചരിച്ചും അർഘ്യത്തിനുള്ള ജലമടങ്ങുന്ന പാത്രം ശിരസേ സ്വാഹ എന്നുച്ചരിച്ചും ഭഗവാന്റെ വായ് കഴുകുന്നതിനുള്ള ജലപാത്രം ശിഖായേ വഷ്ട് എന്നുച്ചരിച്ചും ശുദ്ധീകരിക്കണം. 3 പാത്രങ്ങൾക്കും ഗായത്രി മന്ത്രവും ജപിക്കണം. ശ്ലോകം 23 പറയുന്നു, ആരാധകൻ തന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇപ്പോൾ വായുവിനാലും അഗ്നിയാലും ശുദ്ധീകരിക്കപ്പെട്ട ഭഗവാന്റെ സൂക്ഷ്മ രൂപത്തിന്മേൽ എല്ലാ ജീവന്മാരുടെയും സ്രോതസ് എന്ന നിലയിൽ ധ്യാനിക്കണം. ഭഗവാന്റെ ഈ രൂപം ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച സാധുക്കൾ ഓം എന്ന വിശുദ്ധ അക്ഷര സ്പന്ദനത്തിന്റെ അന്ത്യഭാഗത്ത് അനുഭവിച്ചറിയുന്നു. ശ്രീധര സ്വാമിയുടെ അഭിപ്രായത്തിൽ പ്രണവത്തിന് അഥവാ ഓങ്കാരത്തിന് 5 ഭാഗങ്ങളുണ്ട്. ആ, ഉ, മു, അനുനാസിക ബിന്ദു, പ്രതിധ്വനി അതായത് നാദം, ഇങ്ങനെയുള്ള 5 ഭാഗങ്ങൾ. മുക്താത്മാക്കൾ ആ പ്രതിധ്വനിയുടെ അന്ത്യത്തിൽ ഭഗവാനെ ധ്യാനിക്കുന്നു. ശ്ലോകം 24 പറയുന്നു, ഒരു ഭക്തൻ തന്റെ ശരീരത്തെ സ്വന്തം സാന്നിധ്യം കൊണ്ട് ഊർജ്ജസ്വലമാക്കുന്ന പരമാത്മാവിനെ തന്റെ സാക്ഷാത്കാരത്തിന് അനുയോജ്യമായ രൂപത്തിൽ വിഭാവനം ചെയ്യുന്നു. അപ്രകാരം ഭക്തൻ തന്റെ മുഴുവൻ കഴിവുകളോടെയും ഭഗവാനെ ആരാധിക്കുകയും അദ്ദേഹത്തിൽ പൂർണ്ണമായി മുഴുകുകയും ചെയ്യുന്നു. വിഗ്രഹത്തിന്റെ വിവിധ അവയവങ്ങളിൽ സ്പർശിച്ച് ഉചിതമായ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഭക്തൻ വിഗ്രഹ രൂപത്തിൽ ചേരാൻ പരമാത്മാവിനെ ക്ഷണിക്കണം. അനന്തരം എന്നെ ഭഗവാനെ ആരാധിക്കണം. ഭക്തന്റെ ശരീരത്തിൽ പരമാത്മാവ് വ്യാപിച്ചിരിക്കുന്നു. ഒരു വിളക്കിന്റെ വെളിച്ചം ഭവനത്തിൽ വ്യാപിക്കുന്നത് പോലെ, ഒരു അതിഥിയെ സ്വഗൃഹത്തിലേക്ക് സൗഹൃദ ഭാവത്തിൽ ക്ഷണിക്കുന്നത് പോലെ വിഗ്രഹത്തിൽ സ്പർശിച്ച് ഉചിതമായ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഉത്സാഹപൂർവം പരമാത്മാവിനെ വിഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ക്ഷണിക്കുന്നു. വിഗ്രഹവും പരമാത്മാവും ഭഗവാൻ തന്നെ ആകയാൽ അവ ഭിന്നങ്ങളല്ല. ഭഗവാന്റെ ഒരു രൂപത്തിന് തൽക്ഷണം മറ്റൊരു രൂപത്തിൽ പ്രത്യക്ഷനാകാനും സാധിക്കും. അപ്പോൾ ഭഗവാന്റെ ഡേറ്റി വർഷിപ്പ് ചെയ്യുന്ന വിഗ്രഹാരാധന നടത്തുന്ന പരമഭക്തൻ തന്റെ ഉള്ളിൽ തന്നെയുള്ള ആ പരമാത്മാവിനെ ആ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കുന്നതാണ് സാരം. ശ്ലോകം 25 മുതൽ 26 വരെ നോക്കാം. എന്റെ ആസനം ധർമ്മത്തിന്റെയും ജ്ഞാനത്തിന്റെയും പരിത്യാഗത്തിന്റെയും ഐശ്വര്യത്തിന്റെയും മൂർത്തമത്തായതായാലും എന്റെ 9 ആധ്യാത്മിക ശക്തികളാലും അലങ്കരിക്കപ്പെട്ടതാണെന്ന് ആരാധകൻ ആദ്യം തന്നെ സങ്കല്പിക്കണം. ഭഗവാന്റെ ഇരിപ്പിടം 8 ദളങ്ങളുള്ള ഒരു താമരയാണെന്നും അതിന്റെ ഉള്ളിലെ നാളത്തിന്റെ കാവി നിറമുള്ള നാരുകളാൽ ജാലജ്വല്യമാണെന്നും അവൻ ചിന്തിക്കണം. അനന്തരം വേദങ്ങളിലെയും തന്ത്രങ്ങളിലെയും നിർദ്ദേശം അനുസരിച്ച് ഭഗവാന് പാദം കഴുകുന്നതിനും വായ് കഴുകുന്നതിനുമുള്ള ജലവും അർഘ്യവും ആരാധനയ്ക്കുള്ള മറ്റിനങ്ങളും സമർപ്പിക്കണം. ഈ പ്രക്രിയയിലൂടെ അവൻ ഭൗതിക ആസ്വാദനവും മോക്ഷവും നേടുന്നു. ശ്രീധര സ്വാമിയുടെ അഭിപ്രായം അനുസരിച്ച് ധർമ്മവും ജ്ഞാനവും പരിത്യാഗവും ഐശ്വര്യവും ഭഗവാന്റെ ആസനത്തിന്റെ 4 കാലുകളും ദക്ഷിണപൂർവത്തിൽ നിന്ന് ആരംഭിക്കുന്ന 4 കോണുകളിൽ സ്ഥിരവുമാണ്. അധാർമികത, അജ്ഞാനം, ആസക്തി, ഹീനത
ഇവകൾ കിഴക്ക് നിന്ന് ആരംഭിക്കുന്ന 4 ദിക്കുകളിൽ നിൽക്കുന്ന ഇടയ്ക്കുള്ള കാലുകളാണ്. ഭഗവാന്റെ 9 ശക്തികൾ ഇവയാണ്: വിമല, ഉത്കർഷണി, ജ്ഞാന, ക്രിയ, യോഗ, പ്രഹ്രി, സത്വ, ഈശാന, അനുഗ്രഹ എന്നിവയാണ് ആ ശക്തികൾ. ശ്ലോകം 27 പറയുന്നു: ഒരുവൻ ക്രമമായി ഭഗവാന്റെ സുദർശന ചക്രം, പാഞ്ചജന്യ ശംഖ്, ഗദ, വാൾ, വില്ല്, അസ്ത്രങ്ങൾ, ഹലായുധം, അദ്ദേഹത്തിന്റെ മുസലായുധം, കൗസ്തുഭരത്നം, പുഷ്പഹാരം, മാറിലെ ശ്രീവത്സം എന്നിവയെ ആരാധിക്കണം. ഒരുവൻ ഭഗവാന്റെ പാർഷദന്മാരായ നന്ദൻ, സുനന്ദൻ, ഗരുഡൻ, പ്രചണ്ഡൻ, ചണ്ഡൻ, മഹാബലൻ, ബലൻ, കുമുദൻ, കമുദ്ദോഷണൻ ഇവരെയെല്ലാം ആരാധിക്കണം. ശ്ലോകം 29 പറയുന്നു: ഒരുവൻ പ്രോക്ഷണം പോലുള്ള അർപ്പങ്ങളാൽ ദുർഗ, വിനായകൻ, വ്യാസൻ, വിക്ഷക്സേനൻ, ആധ്യാത്മിക ഗുരുക്കന്മാർ, വിവിധ ദേവന്മാർ എന്നിവരെയും ആരാധിക്കണം. ഈ വ്യക്തിത്വങ്ങളെ എല്ലാം ഭഗവാൻ അഭിമുഖമായി ഉചിത സ്ഥാനങ്ങളിൽ സ്ഥാപിക്കണം. അപ്പോൾ ഭഗവാനെ എങ്ങനെ വിഗ്രഹാരാധന ചെയ്യണം എന്ന് ഉദ്ധവർക്ക് ഭഗവാൻ നേരിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇതുവരെയും കേട്ടുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് ശ്ലോകം 30, 31 പറയുന്നു: ആരാധകൻ അവന്റെ ധനസ്ഥിതിക്ക് അനുസരിച്ച് ചന്ദനം, ഊശീരവേര്, കർപ്പൂരം, കുങ്കുമം, അകിൽ ഇവകളാൽ സുഗന്ധപൂരിതമാക്കിയ ജലം ഉപയോഗിച്ച് കഴിയുന്നത്ര ഐശ്വര്യകരമായി വിഗ്രഹത്തെ നിത്യവും സ്നാനം ചെയ്യിക്കണം. അവൻ സ്വർണകർമ്മം എന്നറിയപ്പെടുന്ന അനുവാകം, മഹാപുരുഷ വിദ്യ, പുരുഷ സൂക്തം മുതലായ വിവിധ വൈദിക സ്തുതികളും സാമവേദത്തിലെ രാജനം, രോഹിണ്യം തുടങ്ങിയ സൂക്തങ്ങളും കീർത്തനം ചെയ്യണം. ഓം സഹസ്രശീർഷ പുരുഷഃ സഹസ്രാക്ഷാഃ സഹസ്രപാദ് എന്നാരംഭിക്കുന്ന പുരുഷ സൂക്ത പ്രാർത്ഥന ഋഗ്വേദത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ശ്ലോകം 32 പറയുന്നു: ഭഗവാന്റെ ഭക്തൻ അതിനുശേഷം നിർദ്ദിഷ്ട രീതിയിൽ വസ്ത്രങ്ങൾ, പൂണുനൂൽ, വിവിധ ആഭരണങ്ങൾ, തിലകമുദ്രകൾ, ഹാരങ്ങൾ ഇവകളാൽ എന്നെ സ്നേഹപൂർവ്വം അലങ്കരിക്കുകയും ശരീരത്തിൽ സുഗന്ധ ലേപനങ്ങൾ പുരട്ടുകയും ചെയ്യണം. അപ്പോൾ വിഷ്ണു ഭഗവാൻ അംബരീഷ മഹാരാജാവിന് നൽകിയ ഉപദേശങ്ങൾ വിഷ്ണു ധർമ്മ ഉപപുരാണത്തിൽ നിന്ന് ശ്രീധര സ്വാമി വിവരിച്ചിട്ടുണ്ട്. നീ മനസ്സിനെ വിഗ്രഹത്തിൽ പൂർണ്ണമായി മുഴുകിച്ച് മറ്റെല്ലാ ആശ്രയങ്ങളും ഉപേക്ഷിക്കുകയും വിഗ്രഹത്തെ നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേമകാംക്ഷിയായി കണക്കാക്കുകയും ചെയ്യണം. നീ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും അദ്ദേഹത്തെ മനസ്സുകൊണ്ട് ആരാധിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. വിഗ്രഹത്തെ നീ നിന്റെ മുന്നിലും പിന്നിലും മുകളിലും താഴെയും ഇരുവശങ്ങളിലും ആയും കാണണം. ഈ വിധത്തിൽ എന്റെ വിഗ്രഹരൂപത്തെ നീ നിരന്തരം സ്മരിക്കണം എന്നാണ് അംബരീഷ മഹാരാജാവിന് നൽകിയ ഉപദേശം. ഒരുവൻ ഭഗവാന്റെ വിഗ്രഹത്തിൽ ഒരു പൂണുനൂൽ, കഴിയുമെങ്കിൽ സ്വർണത്തിൽ നിർമ്മിച്ചത്, ധരിപ്പിക്കണമെന്ന് ഗൗതമീയ തന്ത്രത്തിൽ ആജ്ഞാപിച്ചിട്ടുണ്ട്. നരസിംഹ പുരാണത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഒരുവൻ ഗോവിന്ദ ഭഗവാന് പട്ടിന്റെ 3 ഇഴകളുള്ള പീത വർണ്ണത്തിലുള്ള ഒരു പൂണുനൂൽ അർപ്പിക്കുന്ന പക്ഷം അവൻ വേദാന്തത്തിൽ വിദഗ്ധനായിത്തീരും. അപ്പോൾ ശ്ലോകം 33 പറയുന്നു: ആരാധകൻ എനിക്ക് പാദങ്ങളും വായും കഴുകുവാനുള്ള ജലവും സുഗന്ധ തൈലങ്ങളും പുഷ്പങ്ങളും ഉടയാത്ത ധാന്യങ്ങളും ധൂപാദിപാദികളോടും മറ്റും അർപ്പണങ്ങളോടും കൂടി വിശ്വാസപൂർവം സമ്മാനിക്കണം. ഭക്തൻ ഭഗവാന് സമർപ്പിക്കുന്നതിന് തന്റെ കഴിവിനനുസരിച്ച് കൽക്കണ്ടം, പായസം, നെയ്യ്, ഷഷ്കുലി അതായത് അരിമാവ് പലഹാരങ്ങൾ, ആപ്പൂപ്പ വിവിധ മധുര പലഹാരങ്ങൾ, മോദകം അരിമാവിന്റെ ചെറിയ ഉരുളകളിൽ മധുരമുള്ള തേങ്ങയും പഞ്ചസാരയും ചേർത്ത് നിറച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്ന കൊഴുക്കട്ട, സയാവ ഗോതമ്പ് നെയ്യും പാലും കൊണ്ട് നിർമ്മിച്ച് പഞ്ചസാരയും സുഗന്ധദ്രവ്യങ്ങളും പൊതിഞ്ഞ് തയ്യാറാക്കുന്ന ഒരു പലഹാരം, കട്ടി തൈര്, സസ്യ സൂപ്പുകൾ, മറ്റു രുചികരമായ ഭക്ഷണങ്ങൾ ഇവ തയ്യാറാക്കണം. വിഗ്രഹത്തിന് സമർപ്പിക്കുന്നതിന് ഉചിതവും അനുചിതവുമായ ഭക്ഷണങ്ങളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ശ്രീ ഹരിഭക്തി വിലാസത്തിന്റെ 8ാം വിലാസം 152 മുതൽ 164 വരെയുള്ള ശ്ലോകങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ശ്ലോകം 35 പറയുന്നു: വിശേഷ സന്ദർഭങ്ങളിൽ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും വിഗ്രഹത്തെ തൈലങ്ങൾ കൊണ്ട് തിരുമണം. ഒരു കണ്ണാടി കാണിക്കണം. പല്ല് തേക്കുന്നതിന് യൂക്കാലിപ്സ് മരത്തിന്റെ കമ്പ് സമർപ്പിക്കണം. 5 തരം അമൃതുകളിൽ സ്നാനം ചെയ്യിക്കണം. ഐശ്വര്യപൂർണമായ എല്ലാത്തരം ഭക്ഷണങ്ങളും സമർപ്പിക്കണം. ഗാനങ്ങൾ ആലപിച്ചും നൃത്തം ചെയ്തും വിനോദിപ്പിക്കണം.
അപ്പോൾ എപ്രകാരമാണ് വിഗ്രഹാരാധന ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ശ്ലോകം 36 പറയുന്നു, വേദശാസ്ത്രപരമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിർമ്മിച്ച ഒരു യജ്ഞ സ്ഥലത്ത് വിശുദ്ധ മേഖല, അതായത് യജ്ഞകുണ്ഡം, യജ്ഞവേദി എന്നിവ ഉപയോഗിച്ച് ഭക്തൻ യജ്ഞം നടത്തണം. ഭക്തൻ സ്വന്തം കൈകൾ കൊണ്ട് അടുക്കിയ വിറകുകളിൽ അഗ്നി ജ്വലിപ്പിക്കണം. ശ്ലോകം 37 പറയുന്നു, കുശപ്പുല്ലുകൾ നിരത്ത് നിർത്തി അവയ്ക്ക് മേൽ ജലം തളിച്ച് യഥാവിധി അന്വാധ്വാന ആചാരം അനുഷ്ഠിക്കണം. അനന്തരം അർപ്പിക്കാനുള്ള ദ്രവ്യങ്ങൾ ക്രമപ്പെടുത്തുകയും അവയിൽ ജലം തളിക്കുകയും ചെയ്യണം. പിന്നീട് ആരാധകൻ അഗ്നിയിൽ ഭഗവാനെ ധ്യാനിക്കണം. ഒരുവൻ ഭഗവാനെ യജ്ഞാഗ്നിയിൽ പരമാത്മഭാവത്തിൽ ധ്യാനിക്കണമെന്ന് ശ്രീല ജീവഗോസ്വാമിയും പറയുന്നു. ശ്ലോകം 38 മുതൽ 41 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നു, ബുദ്ധിയുള്ള ഭക്തന്മാർ ഉരുക്കിയ സ്വർണത്തിന്റെ വർണ്ണവും ചതുർഭുജങ്ങളിൽ ശംഖ്, ചക്രം, ഗദ, പത്മം ഇവ വഹിക്കുന്നവനും സർവദാ ശാന്തനും പത്മപുഷ്പത്തിനുള്ളിലെ നാരിന്റെ വർണ്ണമുള്ള വസ്ത്രം ധരിച്ചവനുമായ ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കണം. അദ്ദേഹത്തിന്റെ കിരീടവും തോൾക്കാപ്പുകളും കടിസൂത്രവും മനോഹരമായ കൈവളകളും ഉജ്ജ്വലമായി ശോഭിക്കുന്നു. അദ്ദേഹത്തിന്റെ വക്ഷസിൽ ശ്രീവത്സവും തിളങ്ങുന്ന കൗസ്തുഭരത്നവും വനമാലകളുടെ ഹാരവുമുണ്ട്. ഭക്തൻ ശുദ്ധി ചെയ്ത നെയ്യിൽ കുതിർത്ത വിറകു കഷ്ണങ്ങൾ യജ്ഞാഗ്നിയിൽ സമർപ്പിച്ചുകൊണ്ട് ആ ഭഗവാനെ ആരാധിക്കണം. നെയ്യിൽ മുക്കിയ മറ്റ് അർപ്പണ ദ്രവ്യങ്ങൾ അഗ്നിയിൽ സമർപ്പിച്ച് ആഘാര ആചാരം അനുഷ്ഠിക്കണം. പിന്നീട് യമരാജൻ മുതലുള്ള 16 ദേവന്മാർക്ക് ഓരോ ദേവന്റെയും അടിസ്ഥാന മന്ത്രം ഉരുവിട്ടും 16 വരിയുള്ള പുരുഷ സൂക്ത മന്ത്രം ചൊല്ലിയും സ്വഷ്ടികൃത് എന്ന് വിളിക്കപ്പെടുന്ന അർപ്പണം നടത്തണം. പുരുഷ സൂക്തത്തിലെ ഓരോ വരിയും ഉച്ചരിച്ചതിന് ശേഷം ഒരു അർപ്പണം ചെയ്യുകയും പ്രത്യേക ദേവന്റെ നാമം ഉച്ചരിച്ച് മന്ത്രം ചൊല്ലുകയും ചെയ്യണം. ശ്ലോകം 42 പറയുന്നു, അപ്രകാരം യജ്ഞാഗ്നിയിൽ ഭഗവാനെ ആരാധിക്കുകയും അവിടുത്തെ പാർഷദന്മാരെ നമസ്കരിക്കുകയും അവർക്ക് അർപ്പണങ്ങൾ നൽകുകയും ചെയ്യണം. അവൻ പിന്നീട് നിരപേക്ഷ സത്യത്തെ ഭഗവാൻ നാരായണൻ എന്ന നിലയിൽ സ്മരിച്ചുകൊണ്ട് വിഗ്രഹത്തിന്റെ മൂലമന്ത്രം ശാന്തമായി ഉരുവിടണം. ശ്ലോകം 43 പറയുന്നു, ഒരിക്കൽ കൂടി ഭഗവത് വിഗ്രഹത്തിന് വായ് കഴുകാനുള്ള ജലം സമർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ വിക്ഷോക്സേനന് നൽകുകയും ചെയ്യണം. അനന്തരം അവൻ വെറ്റിലയും അടക്കയും കൊണ്ട് തയ്യാറാക്കുന്ന സുഗന്ധ താമ്പൂലവും വിഗ്രഹത്തിന് സമർപ്പിക്കണം. ശ്ലോകം 44 പറയുന്നു, മറ്റുള്ളവർക്കൊപ്പം പാടിയും ഉറക്കെ കീർത്തനം ചൊല്ലി നൃത്തം ചെയ്തും എന്റെ അതീന്ദ്രിയ ലീലകൾ അഭിനയിച്ചും എന്നെക്കുറിച്ചുള്ള കഥകൾ കേട്ടും പറഞ്ഞും ഭക്തൻ ആ ആഘോഷത്തിൽ കുറേ സമയം സ്വയം മുഴുകേണ്ടിയിരിക്കുന്നു. ഭഗവാന്റെ ക്രമമായ ആരാധനയിൽ മുഴുകുന്ന ഒരു ഭക്തൻ ചിലപ്പോൾ ഭഗവാന്റെ ലീലകളുടെ ശ്രവണ കീർത്തനങ്ങളിലും നൃത്താദി ആഘോഷങ്ങളിലും ഹർഷോന്മാദത്തോടെ മുഴുകുന്നു. മുഹൂർത്തം കുറേ സമയത്തേക്ക് എന്ന വാക്ക് ഹർഷോന്മാദം എന്ന് പറയപ്പെടുന്നതിന്റെ പേരിൽ ഒരു ഭക്തൻ തന്റെ ക്രമീകൃത തത്വങ്ങളും സേവനവും അവഗണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. ഒരുവൻ ഭക്ത്യുന്മാദത്തോടെയുള്ള ശ്രവണ കീർത്തന നൃത്താദികളിൽ മുഴുകിയാലും ഭഗവാന് വേണ്ടിയുള്ള ക്രമീകൃത സേവനങ്ങളുടെ നടപടിക്രമങ്ങൾ അവഗണിക്കരുത്. അങ്ങനെ ഭക്തൻ പുരാണങ്ങളിൽ നിന്നും മറ്റു ശാസ്ത്രങ്ങളിൽ നിന്നും സാധാരണ പാരമ്പര്യങ്ങളിൽ നിന്നും ഉള്ള സ്തുതികളാലും സ്തോത്രങ്ങളാലും ഭഗവാനെ ആരാധിക്കണം. അവൻ അല്ലയോ ഭഗവാനെ എന്നിൽ പ്രസാദിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ദണ്ഡ് പോലെ നിലത്ത് വീണ് നമസ്കാരങ്ങൾ സമർപ്പിക്കണം. സ്ത്രീജനങ്ങൾ പഞ്ചാംഗ പ്രണാമമാണ് സമർപ്പിക്കേണ്ടത്. ശ്ലോകം 46 പറയുന്നു, വിഗ്രഹത്തിന്റെ പാദങ്ങളിൽ ശിരസ് ചേർത്ത് കൂപ്പു കൈകളോടെ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലയോ ഭഗവാനെ, അങ്ങയെ ശരണം പ്രാപിച്ച എന്നെ സദയം സംരക്ഷിക്കണമേ. ഈ സംസാര സാഗരത്തിൽ ഈ മരണവക്രത്തിൽ നിൽക്കുന്ന ഞാൻ അത്യന്തം ഭയചകിതനാണ്. ശ്ലോകം 47 പറയുന്നു, ഭക്തൻ ഈ വിധത്തിൽ പ്രാർത്ഥിച്ച് ഭഗവാനിൽ നൽകിയ അവശിഷ്ടങ്ങൾ ആദരപൂർവം യജ്ഞശിഷ്ടമായി അവന്റെ ശിരസിൽ വയ്ക്കണം. ആരാധനയുടെ അന്ത്യത്തിൽ ആ പ്രത്യേക മൂർത്തിയെ ഉദ്വസ്വനം ചെയ്യേണ്ടതാണെങ്കിൽ ഭക്തൻ വീണ്ടും തന്റെ ഹൃദയ പത്മത്തിനുള്ളിലെ പ്രകാശത്തിൽ മൂർത്തിയുടെ സാന്നിധ്യത്തിന്റെ പ്രകാശത്തെ സന്നിവേശിപ്പിക്കണം. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, 48 പറയുന്നു, ഒരുവൻ എന്നിലുള്ള വിശ്വാസം വർദ്ധിക്കുമ്പോൾ എന്റെ ഭഗവാന്റെ വിഗ്രഹ രൂപത്തിലോ മറ്റുള്ള ആരാധിക ആവിഷ്കാരങ്ങളിലോ
ഭഗവാനെ ആ രൂപത്തിൽ ആരാധിക്കണം. എല്ലാവരുടെയും പരമാത്മാവായ ഞാൻ തീർച്ചയായും സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജീവജാലങ്ങളിലും കൂടാതെ എന്റെ ഭഗവാന്റെ ആദിമ രൂപത്തിലും നിലകൊള്ളുന്നു. 49 ശ്ലോകത്തിൽ പറയുന്നു, വേദങ്ങളിലും തന്ത്രങ്ങളിലും നിർദ്ദേശിച്ചിട്ടുള്ള വിവിധ രീതികളിൽ എന്നെ ആരാധിക്കുന്നതിലൂടെ ഒരുവൻ താൻ ആഗ്രഹിക്കുന്ന പരിപൂർണത ഈ ജീവിതത്തിലും അടുത്ത ജന്മത്തിലും എന്നിൽ നിന്ന് ഭഗവാനിൽ നിന്ന് നേടുന്നു എന്ന് സാരം. ശ്ലോകം 50 പറയുന്നു, ഭക്തൻ മനോഹരമായ ഉദ്യാനങ്ങളോട് കൂടിയ ബലവത്തായ ക്ഷേത്രം നിർമ്മിച്ച് ഭഗവാന്റെ വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കണം. ഈ ഉദ്യാനങ്ങൾ നിത്യവും ആരാധനയ്ക്ക് ആവശ്യമായ പുഷ്പങ്ങൾ ലഭ്യമാക്കാനും വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക ഘോഷയാത്രകൾക്കും ഉത്സവ ആഘോഷങ്ങൾക്കുമായി ഉപയോഗപ്പെടുത്തണം. സമ്പന്നരും ധാർമ്മികരുമായ ആളുകൾ വിഗ്രഹത്തിന്റെ ആഘോഷത്തിനു വേണ്ടി ക്ഷേത്രങ്ങളും ഉദ്യാനങ്ങളും നിർമ്മിക്കുന്നതിൽ മുഴുകണം. ദൃഢം എന്ന വാക്ക് നിർമ്മാണത്തിന് ഏറ്റവും ബലമുള്ള സാമഗ്രികൾ ഉപയോഗിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. ശ്ലോകം 51 പറയുന്നു, വിഗ്രഹത്തിന്റെ നിത്യ ആരാധനയും പ്രത്യേക ഉത്സവങ്ങളും തുടർച്ചയായി നടത്തുന്നതിന് വിഗ്രഹത്തിന് ഭൂമി, കമ്പോളങ്ങൾ, നഗരങ്ങൾ, ഗ്രാമങ്ങൾ തുടങ്ങിയവ സമ്മാനിക്കുന്ന ഒരുവൻ ഭഗവാന് തുല്യമായ ഐശ്വര്യം ആർജിക്കും. അപ്പോൾ വിഗ്രഹത്തിന്റെ നാമത്തിൽ ഭൂപ്രദേശങ്ങൾ നൽകിയാൽ അവിടെ ഐശ്വര്യകരമായ വിഗ്രഹ ആരാധനയ്ക്കുള്ള വരുമാനം വാടക ഇനത്തിലും കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും ലഭിക്കും. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്ന ആരാധകന് തീർച്ചയായും ഭഗവാന് തുല്യമായ ഐശ്വര്യം കിട്ടും മോക്ഷാർത്ഥമായിട്ട്. അതാണ് 5ാമത്തെ മോക്ഷമായ ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സാഷ്ടി എന്നുള്ള 5ാമത്തെ മോക്ഷം. എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും എന്ന് സാരം. ശ്ലോകം 52 പറയുന്നു, ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിലൂടെ ഒരുവൻ ഭൂമിയുടെ രാജാവായി തീരുന്നു. ഭഗവാന് വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിലൂടെ ഒരുവൻ ത്രിലോകങ്ങളുടെയും ഭരണാധിപനായി മാറുന്നു. വിഗ്രഹത്തെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരുവൻ ബ്രഹ്മാവിന്റെ ലോകത്തിലേക്ക് പോകുന്നു. ഇവ മൂന്നും നിർവഹിക്കുന്ന ഒരുവൻ ഭഗവാന്റേതിന് സമാനമായ അതീന്ദ്രിയമായ രൂപം നേടുന്നു. സാരൂപ്യം, മോക്ഷം. ശ്ലോകം 53 നോക്കാം. എന്നാൽ ഫലം കാക്ഷിക്കാതെ ഭക്തിയോഗത്തിൽ മുഴുകുന്ന ഒരുവൻ തീർച്ചയായും ഭഗവാനെ പ്രാപിക്കുന്നു. അപ്രകാരം ഞാൻ നിർദ്ദേശിച്ച പ്രക്രിയ അനുസരിച്ച് ഭഗവാനെ ആരാധിക്കുന്ന ഏതൊരുവനും അന്തിമമായി ഭഗവാനിൽ വിശുദ്ധമായ ഭക്തിയുത സേവനം നേടി അതീന്ദ്രധാമം പോകുന്നു. ഭാവാർത്ഥത്തിൽ പറയുന്നു, കർമ്മഫലങ്ങളിൽ താല്പര്യമുള്ളവരെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ 2 ശ്ലോകങ്ങളും ഭഗവാൻ പറഞ്ഞത്. ഇപ്പോൾ ഭഗവത് ആരാധനയുടെ അന്തിമ ലക്ഷ്യം അദ്ദേഹം വിവരിച്ചിരിക്കുന്നു. അതായത് ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം കൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ഭഗവത് പ്രേമമാണ് ഏറ്റവും അത്യുന്നതമായ ആനന്ദം. സാധാരണ ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എങ്കിലും ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഭഗവത് പ്രേമം എന്താണെന്ന് കുറച്ചെങ്കിലും രുചിക്കുവാൻ സാധിക്കൂ എന്ന് സാരം. സാധാരണ ജനങ്ങൾക്ക് ഇത് അപ്രാപ്യമാണ് എന്നതും സത്യമാണ്. ശ്ലോകം 54 പറയുന്നു, ദേവന്മാരുടെയോ ബ്രാഹ്മണരുടെയോ സ്വത്ത് അപഹരിക്കുന്ന ഏതൊരുവനും അത് അയാൾ തന്നെ നൽകിയതായാലും മറ്റാരെങ്കിലും നൽകിയതായാലും നിശ്ചയമായും 100 ദശലക്ഷം വർഷങ്ങളിലേക്ക് മലത്തിലെ വിരയായി ജീവിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദേവന്മാരുടെയോ ബ്രാഹ്മണരുടെയോ സ്വത്ത് അപഹരിക്കാൻ പാടില്ല എന്നത് സുനിശ്ചിതമായ കാര്യമാണ്. അങ്ങനെ ആയാൽ വർഷങ്ങളോളം 100 ദശലക്ഷം വർഷങ്ങളോളം മലത്തിലെ വിരയായി ജീവിക്കേണ്ടി വരും എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 55 നോക്കാം. കളവ് നടത്തുന്നവൻ മാത്രമല്ല അതിന് സഹായിക്കുന്നവനും ആ കുറ്റത്തിന് നിമിത്തമാകുന്നവനും അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നവനും അടുത്ത ജീവിതത്തിൽ അതിന്റെ പ്രതികരണങ്ങൾക്ക് ഭാഗഭാക്കുകളാകണം. അവർ ഓരോരുത്തരും അവരവരുടെ പങ്കാളിത്തത്തിനനുസരിച്ചുള്ള അനന്തര ഫലങ്ങൾ അനുഭവിക്കുകയും വേണം. ഭഗവാന്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആധികാരിക പ്രതിനിധിയുടെയോ ആരാധനയ്ക്കുള്ള ദ്രവ്യങ്ങൾ അപഹരിക്കുന്നത് എന്ത് വില കൊടുത്തും ഒഴിവാക്കണം എന്ന് സാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ ഭഗവത് പൂജാ വിവരണം എന്ന 27ാം അധ്യായത്തിന് ദിവ്യ പൂജ്യ ശ്രീമദ് AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദരുടെ എളിയ ശിഷ്യന്മാർ നൽകിയ ഭാഷ്യം ഇപ്രകാരം സമാപിക്കുന്നു. ഹരിബോൽ, ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദയവായി ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ.
സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹരി ബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു.